ഗുഡ് മോർണിംഗ്. നമ്മൾ UGC നെറ്റ് എക്കണോമിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എക്സാമിനേഷൻ ഈ ഒരു വീക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് UGC എക്സാമിനേഷൻ എക്കണോമിക്സ്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ലാസ്റ്റത്തെ ഇയറിൽ, അതായത് 2024 ഡിസംബറിലെയും അതേപോലെ തന്നെ ജൂണിലെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു സെലക്റ്റഡ് ആയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് December 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾമോസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് വരെ മാച്ച് ദി സെഷൻ ആയിരുന്നു. അതായത് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് രണ്ട് ബോക്സ് തന്നിട്ട് അതിൽ നിന്ന് മാച്ച് ദി ഫോളോയിങ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓൾമോസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് വരെ. പിന്നെ അതേപോലെ തന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മാർക്സ് വരെ 10 ക്വസ്റ്റ്യൻസ് വരെ 10 മാർക്സ് അല്ല 10 ക്വസ്റ്റ്യൻസ് വരെ എന്താണ് കോംപ്രിഹെൻഷൻ പാസേജിന്റെ ബേസ് ചെയ്തിട്ടായിരുന്നു. അതായത് 91 to 100 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഒരു 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പാസേജ് തന്നിട്ട് ആ പാസേജിന്റെ റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് ഇപ്പോൾ 24 ഡിസംബറിൽ നോക്കുവാണെങ്കിൽ ഹ്യൂമൻ ക്യാപ്പബിലിറ്റി പെർസ്പെക്റ്റീവ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റിയുള്ളൊരു പാരഗ്രാഫ് വന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. 96 to 100 ക്വസ്റ്റ്യൻസ് 100th ക്വസ്റ്റ്യൻ വരെ ആ ഒരു പാസേജിന് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. അതിന് മുമ്പുള്ള 91 to 95th ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ കോംപ്രിഹെൻഷൻ ആണ്. അതെന്താണ്, പ്രിസണേഴ്സ് ഡയലമ ഗെയിംസിന് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ ആ ഒരു ബോക്സ് നമുക്ക് പ്രിസണേഴ്സ് ഡയലമയുടെ ഒരു ബോക്സ് തന്നിട്ട് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന് മുമ്പ് ജൂണിൽ എക്സാം നോക്കുവാണെങ്കിലും എന്തായിരുന്നു, നമ്മുടെ സോഷ്യൽ കോസ്റ്റ് ഓഫ് മൊണോപ്പൊളി പവർ അതിന്റെ ഒരു ഗ്രാഫ് വന്നിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് എന്താ പറയാ സ്കോർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ആ ടൈമിൽ ജൂണിലെ പാരഗ്രാഫ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ആയിരുന്നു. അപ്പൊ ബഡ്ജറ്റിന്റെ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ വാല്യൂസ് തന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ആ ഒരു പ്രൈമറി ഡെഫിസിറ്റ്, ട്വിൻ ഡെഫിസിറ്റ്, അതേപോലെ തന്നെ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, ദെൻ റവന്യൂ ഡെഫിസിറ്റ്, ഇതേപോലെ ഈ 5 കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടായിരുന്നു. നമുക്ക് പാരഗ്രാഫില് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് പെർസെൻറ്റേജ് വൈസ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കോംപ്രിഹെൻഷനിൽ നമുക്ക് ഉണ്ടായിരുന്നത് 96 to 100th ക്വസ്റ്റ്യൻ വരെ. അപ്പൊ ഇങ്ങനെയാണ് ഏകദേശം ഉള്ളൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു മെയിൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ ഓപ്റ്റ് ചെയ്തേക്കുന്നത്, when with the increase in income the percentage of income tax falls, it is called progressive tax, proportional tax, neutral tax and regressive tax. Okay, question clear alle? When with the increase in income the percentage of income tax falls. Okay, അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ആൻസറിന് വരുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഈ ഓരോ ടാക്സ് ഒന്ന് നോക്കാം, എന്താണ് ഓരോ ടാക്സ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ പ്രോഗ്രസീവ് ടാക്സ് ആണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ ഫോളോ ചെയ്യുന്ന ടാക്സ് സിസ്റ്റം. അതായത് എന്താണ്, ഇൻകം ഇൻക്രീസ് ചെയ്യണതിനനുസരിച്ച് തന്നെ ടാക്സ് റേറ്റും ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലെ. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യണതിന്റെ അതേ ഇതിൽ തന്നെ ടാക്സ് റേറ്റും ഇൻക്രീസ് ചെയ്യണം. അതായത് ഇപ്പോൾ റിച്ച് പീപ്പിൾ ആണെങ്കിൽ അവർ കൂടുതൽ പ്രൊപ്പോർഷനും അവരുടെ ഇൻകത്തിന്റെ ഒരു ഹയർ പ്രൊപ്പോർഷനും ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയാ ഇൻകം നമ്മുടെ ഹയർ ഇൻകം ആകുമ്പോഴേക്കും ഒബ്വിയസ്ലി നമ്മൾ എന്താണ് ഹയർ ടാക്സ് റേറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ അടുത്തത് പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുന്നത്. എന്താ പ്രൊപ്പോർഷണൽ ടാക്സ്? ഒരു ഫ്ലാറ്റ് ടാക്സ് റേറ്റ് ആണ് പറയുന്നത്. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻകം കൂടുതലാവാം കുറവാവാം, പക്ഷെ നമുക്ക് അലോക്കേറ്റ് ചെയ്തേക്കുന്ന ടാക്സ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. റിഗാർഡ്ലെസ് ഓഫ് നമ്മൾ എത്ര ഏൺ ചെയ്യുന്നു, നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് റേറ്റ് അല്ലെങ്കിൽ ടാക്സ് സെയിം ആണ്. അപ്പൊ ഇവിടെ ടാക്സ് ഇൻക്രീസും ചെയ്യുന്നില്ല ഫോളും ചെയ്യുന്നില്ല. ടാക്സ് റേറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ടാക്സ് റേറ്റ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ന്യൂട്രൽ ടാക്സ് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. അതായത് ഇതിനകത്ത് വലിയ അഫക്റ്റ്, അതായത് നമ്മുടെ എക്കണോമിക് ഡിസിഷൻസ് ഇവിടെ അഫക്റ്റഡ് ആവുന്നില്ല.
ഓക്കെ, എക്കണോമിക് ഡിസിഷൻസ് നമ്മളിവിടെ എഫക്റ്റഡ് ആവുന്നില്ല. ബിക്കോസ് എന്താണ്, നമ്മുടെ സ്പെൻഡിങ്ങോ സേവിങ്ങോ ബിഹേവിയർ ഒന്നും ന്യൂട്രൽ ടാക്സിൽ എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു ഇറലവന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് പറയാം. അപ്പൊ ഇവിടെ റിഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റിഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. അതായത് when with the increase in income increase ചെയ്യണതിനനുസരിച്ച് the percentage of income tax fall ചെയ്യാണ്. ഓക്കെ, അതായത് എന്താ പറയാ, മെയിൻലി ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ ഈ ഒരു സോർട്ട് ഓഫ് ടാക്സിന്റെ ഒരു കൂടുതൽ ബേർഡൻ എന്ന് പറയുന്നത് നമ്മുടെ ലോ ഇൻകം ആൾക്കാരുടെ ഇടയിലാണ്. ബിക്കോസ് എന്താ പറയാ, ബേർഡൻ ഓഫ് ടാക്സ് പെർസെൻറ്റേജ് ഹെവിയർ ആണ് അവർക്ക്. ബിക്കോസ് നേരെ മറിച്ച് ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ഇപ്പൊ നമുക്ക് കൂടുതൽ ഇൻകം കിട്ടുമ്പോഴേക്കും നമുക്ക് കുറച്ച് ടാക്സ് പേ ചെയ്താൽ മതി. ഇൻകം ടാക്സ് ഫോൾ ചെയ്യാണ്, പെർസെൻറ്റേജ് ഓഫ് ഇൻകം ടാക്സ് ഫോൾ ചെയ്യുവാണ്. അപ്പോൾ ഹയർ ഇൻകം ആൾക്കാർ ഇത് അത്ര എഫക്ട് ചെയ്യുന്നില്ല. ലോവർ ഇൻകം അല്ലെങ്കിൽ ഒരു എന്താ പറയാ മിഡിൽ അല്ലെങ്കിൽ അതിനേക്കാൾ താഴത്തോട്ട് കിടക്കുന്ന ആൾക്കാരെയാണ് കൂടുതൽ ഈ ഒരു ടാക്സ് സിസ്റ്റം എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്താണ് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്താൽ പെർസെൻറ്റേജ് ഓഫ് ഇൻകം ടാക്സ് ഫോൾ ചെയ്യുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. റിഗ്രസീവ് ടാക്സ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിഗ്രസീവ് ടാക്സ് ഓക്കെ, ഇവിടെ കോൺസ്റ്റന്റ് ആണ്. പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടാക്സ് റേറ്റ് ആണ് ഇവിടെ വരുന്നത്. കോൺസ്റ്റന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാനിവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രോഗ്രസീവ് ടാക്സ് എന്താണെന്നുള്ളതും പ്രൊപ്പോർഷണൽ ടാക്സും ന്യൂട്രൽ ടാക്സും അതേപോലെ തന്നെ റിഗ്രസീവ് ടാക്സ് എന്താണെന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. According to Real Business Cycle School, in the absence of supply shock, there is only voluntary unemployment. There is only there is only involuntary unemployment. There is only voluntary unemployment. There is both voluntary and involuntary unemployment simultaneously. There is no unemployment at all. അതായത് ഈ റിയൽ ബിസിനസ് സൈക്കിൾ ഏതാണ്? നമ്മുടെ മാക്രോ ഇക്കണോമിക് സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റിയൽ ബിസിനസ് സ്കൂൾ എന്ന് പറയുന്നത്. RBC സ്കൂൾ എന്ന് പറയും. മാക്രോ ഇക്കണോമിക് തോട്ടിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ആരാണ്? കിറ്റ്ലാൻഡ് ആൻഡ് പ്രിസ്കോട്ട് ആണ് ഇത് പ്രൈമറിലി ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് ഇതിനകത്ത് എംഫസൈസസ് കൊടുത്തേക്കുന്നത് എന്താണ്? ഒരു മോണിറ്ററി ഷോക്സിനാണ്. ന്യൂ ക്ലാസിക്കൽ അപ്രോച്ചിന്റെ ബേസിൽ ഇവര് എംഫസൈസസ് കൊടുത്തേക്കുന്നത് കൂടുതൽ റിയൽ ഷോക്സിലാണ്. റിയൽ ഷോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നോളജി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ഷോക്സ്. മോണിറ്ററി ബേസ് ചെയ്തിട്ടുള്ള ഷോക്സ് അല്ല, മോണിറ്ററി അല്ലാണ്ട് ടെക്നോളജിക്കൽ വൈസ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി വൈസ് ഉള്ള ഷോക്സ് ആണ് ഇവര് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈ ഷോക്സ് ആണ് മെയിൻലി എന്തിനോടുള്ള റീസൺ? ബിസിനസ് സൈക്കിൾസ് ഒക്കർ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺസ്. ഓക്കെ, അപ്പൊ RBC തിയറിയുടെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്താണ്? മാർക്കറ്റ്സ് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ആണ്, പ്രൈസസ് ആൻഡ് വേജസ് ആർ ഫ്ലെക്സിബിൾ ആണ്, പീപ്പിൾസ് ആർ റാഷണൽ ഏജന്റ് വിത്ത് ഇന്റർടെമ്പോറൽ ഒപ്റ്റിമൈസേഷൻ ബിഹേവിയർ. ഇതാണ് നമ്മുടെ RBC തിയറിയുടെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ്? അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? അതായത് ആൾക്കാര് സ്വമേധയാ ഡിസൈഡ് ചെയ്യുവാണ്, ഞാൻ വർക്കിന് പോകുന്നില്ല എന്നുള്ളത് ആൾക്കാര് ചൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് മേ ബി അവരുടെ ആ ഒരു പ്രിവെയിലിംഗ് വേജ് റേറ്റ് അല്ലെങ്കിൽ ആ ഒരു റിയൽ വേജിനോട് അവർക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്നില്ല എന്ന് അവർ സ്വന്തമായിട്ട് ചൂസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ അവർ ലെഷർ ടൈം പ്രിഫർ ചെയ്യുന്നു. അതല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഒരു ബ്രേക്ക് എടുക്കണം, വർക്കിങ്ങിൽ നിന്ന് അവർ ബ്രേക്ക് എടുക്കണം. ഇതെല്ലാം എന്താണ്? ആൾക്കാർ സ്വന്തമായിട്ട് എടുക്കുന്ന ഡിസിഷനാണ്, വോളണ്ടറി അവർ ഡിസിഷൻ എടുക്കുവാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? സപ്ലൈ ഷോക്ക് വരുമ്പോഴേക്കും ഇൻ ദ ആബ്സെൻസ് ഓഫ് സപ്ലൈ ഷോക്ക് ഇക്കോണമിയിൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സപ്ലൈ ഷോക്ക് ഇല്ല എന്നാണെങ്കിൽ, സപ്ലൈ ഷോക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു, അതായത് റിയൽ ഷോക്സ് ആണ്, ടെക്നോളജി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ഷോക്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ ആബ്സെൻസിൽ ഇക്കോണമി എന്താ ഫേസ് ചെയ്യണത്? ഒരു വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് മാത്രമാണ് ഇക്കോണമി ഫേസ് ചെയ്യുന്നത്. ഓക്കെ, വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ് ഇക്കോണമി ഫേസ് ചെയ്യുന്നത്. ആബ്സെൻസ് ഓഫ് സപ്ലൈ ഷോക്ക് ഇക്കോണമി എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ഇക്കോണമി ഫുൾ എംപ്ലോയ്മെന്റ് ആണ് എക്സെപ്റ്റ് ഫോർ ദോസ് ചൂസിങ് നോട്ട് ടു വർക്ക്. അപ്പൊ ഓൺലി വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇക്കോണമിയിൽ. ഓക്കെ, ഇതും ഡിസംബർ 24 ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ,
December 24 നെറ്റ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു റിയൽ ബിസിനസ് സൈക്കിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് സപ്ലൈ ഷോക്ക് ഇക്കോണമിയിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. ദാറ്റ് ഈസ് ഓൺലി വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. ഓപ്ഷൻ എ ഒന്ന് നോക്കിയത് ദാറ്റ് ഈസ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒക്കെ അറിയോ ഇക്കോണമിയില്? ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആൾക്കാർക്ക് വർക്ക് ചെയ്യാനായിട്ട് അവർ വില്ലിംഗ് ആണ്, പക്ഷെ അവർക്ക് ജോബ് കിട്ടാത്ത അവസ്ഥ. അതാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ RBC തിയറി പ്രകാരം അല്ലെങ്കിൽ RBC അസ്യൂം ചെയ്യുന്നത് എന്താണ്? ലേബർ മാർക്കറ്റ് ക്ലിയർ ആവും എന്നുള്ളതാണ്, ഓൾവേസ് ക്ലിയർ ആവും എന്നുള്ളതാണ് RBC മാർക്കറ്റ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് അവിടെ ഒരിക്കലും ഒക്കർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഓപ്ഷൻ സി ഒന്ന് നോക്കിയേ, ബോത്ത് വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് സൈമൾട്ടേനിയസ്ലി. ഇതും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ബോത്ത് വോളണ്ടറി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് സൈമൾട്ടേനിയസ്ലി എന്നുള്ളത് RBC തിയറിനെ ഡിനൈ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഇക്കോണമിയിൽ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് RBC തിയറി പറയുന്നത്. അപ്പോൾ ഇതും നമുക്ക് എന്താ പറയുക, ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ എന്താ, ദർ ഇസ് നോ അൺഎംപ്ലോയ്മെന്റ് അറ്റ് ഓൾ. അത് ഒരിക്കലും പറ്റത്തില്ല. ബിക്കോസ് എന്താണ്, നമ്മൾ എന്ത് പഠിച്ചാലും അൺഎംപ്ലോയ്മെന്റ്, ഇപ്പൊ നമ്മള് ഫിലിപ്സ് കർവ് പറയുമ്പോഴും എന്താണ്, ഒരു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എപ്പോഴും ഇക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് സീറോയിലോട്ട് ആക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പൊ എപ്പോഴും ഒരു സർട്ടൺ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ സീറോ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്താ പറയാ, ടു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സീറോ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത്. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ദർ ഈസ് ഓൺലി വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. ഏത് തിയറിയിലാണ്? റിയൽ ബിസിനസ് സ്കൂളിൽ നമുക്ക് എപ്പോഴും ഫേസ് ചെയ്യുന്നത് ഓൺലി വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് മാത്രമാണ്. ഓക്കെ, ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എ കണ്ടിന്യൂസ് സപ്ലൈ ഷോക്ക് ലീഡ് ടു. ഇത് നമ്മുടെ 24 ഡിസംബർ 24 ക്വസ്റ്റ്യൻ തന്നെയാണ്. എ കണ്ടിന്യൂസ് സപ്ലൈ ഷോക്ക് ലീഡ്സ് ടു. കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈ ഷോക്ക് എന്തിലോട്ടാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഓപ്ഷൻ എ, എ കണ്ടിന്യൂസ് ഷിഫ്റ്റ് ഓഫ് ഫിലിപ്സ് കർവ് ടു ലെഫ്റ്റ് such that unemployment and inflation both fall. Second option, a continuous shift of Phillips curve to right such that unemployment and inflation both rise. Third option, a continuous movement along the Phillips curve such that unemployment and inflation both fall. ഇത് വ്യത്യാസം നോക്കുക, ഇത് എൻറ്റയർ ഷിഫ്റ്റ് ആണ്. ഇവിടെ മൂവ്മെന്റ് അലോങ് ദീസ് ഫിലിപ്സ് കർവ് ആണ്. ക്വസ്റ്റ്യൻസ് ക്ലിയർലി റീഡ് ഔട്ട് ചെയ്തിട്ട് വേണം ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് വണ്ണിൽ നമ്മൾ എന്താ പറഞ്ഞത്, കംപ്ലീറ്റ് ഷിഫ്റ്റ് ആണ്, ഷിഫ്റ്റ് ഓഫ് ഫിലിപ്സ് കർവ് ആണ്. സെക്കൻഡ് ഓപ്ഷനിൽ ഷിഫ്റ്റ് ഓഫ് ഫിലിപ്സ് കർവ് ആണ്. തേർഡ് ഓപ്ഷനിൽ മൂവ്മെന്റ് അലോങ് ദി ഫിലിപ്സ് കർവ് ആണ് പറയുന്നത്, സച്ച് ദാറ്റ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ബോത്ത് ഫോൾ. ഫോർത്ത് ഓപ്ഷനിലും എന്താണ്, എ കണ്ടിന്യൂസ് മൂവ്മെന്റ് അലോങ് ദി ഫിലിപ്സ് കർവ് സച്ച് ദാറ്റ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ബോത്ത് റൈസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന 4 ഓപ്ഷൻസ്. അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് ഫിലിപ്സ് കർവ് എന്താന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫിലിപ്സ് കർവ് എന്താണ്? ഒരു ഷോർട്ട് റൺ റിലേഷൻഷിപ്പ്, ഇൻവേഴ്സ് ഷോർട്ട് റൺ റിലേഷൻഷിപ്പ് ആണ് ഫിലിപ്സ് കർവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും ബിറ്റ്വീൻ ഉള്ള ഒരു ട്രേഡ് ഓഫ് ആണ് ഫിലിപ്സ് കർവ് പോയിന്റ് ഔട്ട് ചെയ്യണത്. ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ആൻഡ് ഇവിടെ സപ്ലൈ ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് സപ്ലൈ ഷോക്സ് ആണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യണത്. അതായത് ഓയിൽ പ്രൈസ് ഹൈക്സ്, ഡ്രോട്ട്സ്, അതായത് ഷിഫ്റ്റ് ആണ് പറയുന്നത് അല്ലെ. കണ്ടിന്യൂസ് എന്താ പറയുക, കണ്ടിന്യൂസ് മൂവ്മെന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ഷോക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് വൺസ് ലൈക്ക് എന്താ പറയാ, ഓയിൽ പ്രൈസ് ഹൈക്സ്, ഡ്രോട്ട്സ്, പ്രൊഡക്ഷൻ ഡിസ്റപ്ഷൻ, അതായത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ കൊണ്ട് വരുന്ന സപ്ലൈ ഷോക്സ് ആണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സപ്ലൈ ഷോക്ക് വരുമ്പോഴേക്കും ഇക്കോണമിയിൽ എന്ത് സംഭവിക്കും? കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ ഡിസ്റപ്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ഡ്രോട്ട്സ് ഇക്കോണമി ഫേസ് ചെയ്യുന്നു, ഓയിൽ പ്രൈസ് ഹൈക്സ് ഉണ്ടാവുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇക്കോണമിയിൽ ഹയർ ഇൻഫ്ലേഷൻ ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഹയർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി എന്താണ്, ഔട്ട്പുട്ടിനെ കുറയ്ക്കും. ഔട്ട്പുട്ടിനെ കുറയ്ക്കുമ്പോഴേക്കും അതിന്റെ ഒരു ചെയിൻ ഇഫക്റ്റ് ആയിട്ട് ഇക്കോണമിയിൽ എന്ത് സംഭവിക്കും? അൺഎംപ്ലോയ്മെന്റ് കൂടും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഹയർ ഇൻഫ്ലേഷനും ഹയർ അൺഎംപ്ലോയ്മെന്റും ആണ് ഇക്കോണമി ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഹയർ ഇൻഫ്ലേഷനും ഹയർ അൺഎംപ്ലോയ്മെന്റ് എപ്പോഴാണ്? സപ്ലൈ ഷോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇക്കോണമിയിൽ വരുമ്പോഴേക്കും. സപ്ലൈ ഷോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇക്കോണമിയിൽ വരുമ്പോഴേക്കും ഹയർ ഇൻഫ്ലേഷനും ആയിരിക്കും, ഹയർ അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ
സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനും കൂടുതലാണ്, സൈമൾട്ടേനിയസ്ലി അൺഎംപ്ലോയ്മെന്റും കൂടുതലാണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ ഫിലിപ്സ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, വേഴ്സണിങ് ദി ട്രേഡ് ഓഫ് കൂടുതൽ വേഴ്സൺ ഓഫ് ആക്കിയിട്ട് റൈറ്റിലോട്ട് ഫിലിപ്സ് കർവ് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. സ്റ്റാഗ്ഫ്ലേഷന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അതായത് സപ്ലൈ ഷോക്ക് ഒരു പെർസിസ്റ്റന്റ് പീരീഡിലോട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഫിലിപ്സ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് ഫിലിപ്സ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ഹയർ ഇൻഫ്ലേഷൻ ആയിരിക്കും. അറ്റ് എവറി ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റിലും ഹയർ ഇൻഫ്ലേഷൻ ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റാഗ്ഫ്ലേഷൻ സിറ്റുവേഷൻ ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. So the correct answer is option B. There a continuous shift of Phillips curve to right such that unemployment rise ചെയ്യും, inflation rise ചെയ്യും, leading to a situation called stagflation. Okay, ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ അറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫിലിപ്സ് കർവ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ. ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്ക് അത് എന്താ ഇംപ്ലൈ ചെയ്യണത്? ഫിലിപ്സ് കർവ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു ഇംപ്രൂവ്മെന്റ് ആണ്. അതായത് ഇൻഫ്ലേഷൻ കുറയണ ഒരു സിറ്റുവേഷൻ ആണ്. ഇൻഫ്ലേഷൻ കുറയുന്നു, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റും കുറയുന്നു. ലെഫ്റ്റിലോട്ടുള്ള ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും കുറയണം. അപ്പൊ അത് ഇവിടെ പോസിബിൾ അല്ല. ബിക്കോസ് ആ ഇൻഫ്ലേഷനും എന്താ പറയാ നമ്മുടെ അൺഎംപ്ലോയ്മെന്റും കുറയണമെങ്കിൽ എങ്ങനത്തെ സപ്ലൈ ഷോക്ക് ആയിരിക്കണം? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സപ്ലൈ ഷോക്ക് ആണ് ഈ ഒരു ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യണത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള നെഗറ്റീവ് വൺസ് അല്ല. ഒരു പോസിറ്റീവ് സപ്ലൈ ഷോക്ക് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാമായിരുന്നു. ദെൻ ഓപ്ഷൻ സി നോക്കിയേ, മൂവ്മെന്റ് അലോങ് ദി ഫിലിപ്സ് കർവ്. ഷിഫ്റ്റ് ഒന്നും സംഭവിക്കുന്നില്ല, മൂവ്മെന്റ് അലോങ് ദി ഫിലിപ്സ് കർവ് ആണ് സംഭവിക്കുന്നത്. മൂവ്മെന്റ് അലോങ് ദി ഫിലിപ്സ് കർവ് വരുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു ഡിമാൻഡ് സൈഡ് ചേഞ്ച് ആണ് വരുന്നത്. അതായത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും സെയിം ഡയറക്ഷനിൽ നോക്കിയാൽ രണ്ടും ബോത്ത് ഫോൾ എന്നാണ് ഇവിടെ പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ബോത്ത് ഫോൾ. അപ്പൊ രണ്ടും സെയിം ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കർവിനെ മാച്ച് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. നമ്മുടെ ഫിലിപ്സ് കർവിൽ എന്താണ്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ മൂവ്മെന്റ് അലോങ് ദി ഓപ്ഷൻ ഡി, മൂവ്മെന്റ് അലോങ് ദി ഫിലിപ്സ് കർവ് സച്ച് ദാറ്റ് അൺഎംപ്ലോയ്മെന്റ് ഫോൾസ് ആൻഡ് ഇൻഫ്ലേഷൻ റൈസ്. ഇതെന്താണ്? ഡിമാൻഡ് ഡ്രിവൺ മൂവ്മെന്റ് ആണ്. അതായത് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സപ്ലൈ ഷോക്കിന്റെ കാര്യം എന്താ പറയുക ഇറലവന്റ് ആണ്. സപ്ലൈ ഷോക്ക് ഇല്ലാണ്ട് ഫിലിപ്സ് കർവ് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് മൂവ്മെന്റ് അലോങ് ദി ഫിലിപ്സ് കർവ് സച്ച് ദാറ്റ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് ഫോൾസ് ആൻഡ് ഇൻഫ്ലേഷൻ റൈസ് എന്നുള്ളത്. അപ്പൊ ഇത് ജനറൽ ആയിട്ടുള്ളത്. അപ്പൊ സപ്ലൈ ഷോക്ക് വരുമ്പോഴേക്കും എന്താണ്? അലോങ് ദി ഫിലിപ്സ് കർവ് അല്ല, സപ്ലൈ ഷോക്ക് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ആണ്. അപ്പൊ എക്സ്റ്റേണൽ ഫാക്ടർ വരുമ്പോഴേക്കും എന്താണ്? കർവ് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ഓപ്ഷന് നമുക്ക് ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓപ്ഷൻ എ ആൻഡ് ബി ആണ് നോക്കേണ്ടത്. ആൻഡ് എയില് നമ്മൾ ചൂസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഒരു പോസിറ്റീവ് സപ്ലൈ ഷോക്ക് വന്നാലാണ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റീവ് സപ്ലൈ ഷോക്ക് വരുമ്പോഴാണ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സ്റ്റാഗ്ഫ്ലേഷൻ എന്നുള്ള ഒരു സിറ്റുവേഷൻ, സപ്ലൈ ഷോക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴേക്കും ഇക്കോണമിയിൽ എപ്പോഴും സ്റ്റാഗ്ഫ്ലേഷൻ ആണ് വരുന്നത്. അപ്പൊ സപ്ലൈ ഷോക്ക് വരും, സ്റ്റാഗ്ഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടാവാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഷോക്ക് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ബി ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് ഫിലിപ്സ് കർവ് റിലേറ്റഡ് ആയിട്ട്, ഇത് മാക്രോ എക്കണോമിക്സിൽ വരുന്ന ഒരു പോർഷൻ ആണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, കുറേ ടേബിൾസ് കാണാൻ പറ്റും, കുറേ ക്വസ്റ്റ്യൻസ്, ഓൾമോസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് വരെ ഈ മാച്ച് ലിസ്റ്റ് ആയിരുന്നു. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് മാച്ച് ലിസ്റ്റ് ആയിരുന്നു ഓൾമോസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് വരെ ഉള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, ലിസ്റ്റ് 1 ഞാൻ റീഡ് ഔട്ട് ചെയ്യാം. ഓപ്ഷൻ എ, എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി അണ്ടർ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ, anticipated expansionary monetary policy under rational expectation, money wage cut during Great Depression, presence of sizable menu cost. List 2 ile policy is ineffective with only general inflation, policy is ineffective with only general deflation, policy is effective in the short run although not in the long run,
പോളിസി ഈസ് ഇഫക്റ്റീവ് വിത്ത് നോ ജനറൽ ഇൻഫ്ലേഷൻ ഓർ ഡീഫ്ലേഷൻ. ഇതാണ് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2ലെ കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏത് പോർഷനിൽ നിന്നാണ്? നമ്മുടെ എക്സ്പെക്ടേഷൻ തിയറി അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എഫക്റ്റീവ്നെസ്, പ്രൈസ് റിജിഡിറ്റി, ഈ ഒരു പോർഷനിൽ നിന്നാണ് ഈ ടേബിൾസിന്റെ കാര്യങ്ങൾ, ഈ ടേബിൾസിന്റെ കണ്ടന്റ് ഡിറൈവ് ചെയ്തേക്കുന്നത്. എക്സ്പെക്ടേഷൻ തിയറി, നമ്മുടെ റാഷണൽ എക്സ്പെക്ടേഷൻ, അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ തിയറി, അതേപോലെ തന്നെ പോളിസി ഇഫക്റ്റീവ്നെസ്, പോളിസി ഒരു കാര്യത്തിൽ ഇഫക്റ്റീവ് ആണോ ഇൻഇഫക്റ്റീവ് ആണോ, പ്രൈസ്, ഇപ്പൊ മെനു കോസ്റ്റിന്റെ കാര്യം പറയുമ്പോഴേക്കും എന്താണ്, പ്രൈസ് റിജിഡിറ്റി ആണ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യണത്. അപ്പൊ ഈ ഒരു ഏരിയാസിൽ നിന്നാണ് ഈ ടേബിൾസ് ഡിറൈവ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി അണ്ടർ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ വരുമ്പോഴേക്കും എന്താ പറയണത്? അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ കേസിൽ ആൾക്കാർ എങ്ങനെയാണ്, ആൾക്കാര് പാസ്റ്റ് ഇൻഫർമേഷന്റെ ബേസ് ചെയ്തിട്ടാണ് എക്സ്പെക്ടേഷൻ ഡിറൈവ് ചെയ്യണത്. പാസ്റ്റ് ഇൻഫർമേഷൻ അഡാപ്റ്റ് ചെയ്യുകയാണ് ആൾക്കാർ, പാസ്റ്റ് ഇൻഫർമേഷന്റെ ബേസ് വെച്ചിട്ടാണ് ആൾക്കാർ എന്താ പറയാ എക്സ്പെക്ടേഷൻ ബേസ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു പെട്ടെന്നൊരു പോളിസി ചേഞ്ച് വരും. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കണത്, എക്സ്പാൻഷനറി മോണിറ്ററി പോളിസിയാണ്. അപ്പൊ പെട്ടെന്നൊരു എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ കേസിൽ വരുമ്പോഴേക്കും ആൾക്കാർ പെട്ടെന്ന് അതിനോട് റിയാക്ട് ചെയ്യത്തില്ല. ഇമ്മീഡിയറ്റ്ലി അവര് പ്രൈസസ് ആൻഡ് വേജസ് അഡ്ജസ്റ്റ് ചെയ്യില്ല, അവർ ടൈം എടുക്കും. ബിക്കോസ് അവരെന്താണ്, പാസ്റ്റ് ഇൻഫർമേഷൻ പണ്ട് എങ്ങനെയായിരുന്നോ അതിനെ വെച്ചിട്ടാണ് അവർ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്നൊരു പോളിസി ചേഞ്ച് വരുമ്പോഴേക്കും അവർ അതിനോട് ഇമ്മീഡിയറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. അപ്പൊ ഷോർട്ട് റണ്ണില് എന്താ പറയാ മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആയിരിക്കും. പക്ഷെ ലോങ് റണ്ണിൽ എന്താണ്, ആൾക്കാർ അതിനോട് അഡാപ്റ്റ് ചെയ്തിട്ട് പിന്നെ പോളിസി ഇൻഇഫക്റ്റീവ് ആയി പോകും. അപ്പൊ ഷോർട്ട് റണ്ണിൽ ഇഫക്റ്റീവ് ആണ്, പോളിസി ഈസ് ഇഫക്റ്റീവ് ഇൻ ദ ഷോർട്ട് റൺ ഓൾദോ നോട്ട് ഇൻ ദി ലോങ് റൺ. ഓക്കെ, അതായത് ഓപ്ഷൻ തേർഡ് വൺ ആയിട്ടാണ് കണക്ട് ചെയ്യണത് അല്ലെ. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ആണ്, ആൾക്കാർ പഴയ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമീഡിയറ്റ്ലി ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല, ബട്ട് ലേറ്റർ ഓൺ അവർ അഡാപ്റ്റ് ചെയ്യും. ലോങ് റണ്ണിൽ പോളിസി ഇൻഎഫക്റ്റീവ് ആയിരിക്കും, ഷോർട്ട് റണ്ണിൽ പോളിസി ഇഫക്റ്റീവ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് ഇതിന്റെ മാച്ച് ആയിട്ടുള്ള കാര്യം, എന് 3 ആയിട്ട്. ദെൻ സെക്കൻഡ് വൺ, ആന്റിസിപ്പേറ്റഡ് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി അണ്ടർ റാഷണൽ എക്സ്പെക്ടേഷൻ. ഇവിടെ അടുത്ത ഇതാണ് റാഷണൽ എക്സ്പെക്ടേഷൻ ആണ്. റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ആൾക്കാർക്ക് എല്ലാ ഇൻഫോർമേഷൻസും അവൈലബിൾ ആണ്. ആൾക്കാര് എക്സ്പെക്ടേഷൻ ഡെവലപ്പ് ചെയ്യണത് ബേസ്ഡ് ഓൺ ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ ആണ്. ഈവൻ ഗവൺമെന്റ് പോളിസീസിന്റെ ഇൻഫർമേഷനും ആൾക്കാർക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്താൽ, ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്, എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി തന്നെയാണ്. അപ്പൊ ഒരു എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേക്കും വാട്ട് ഹാപ്പൻസ്, ആൾക്കാര് പെട്ടെന്ന് റിയാക്ട് ചെയ്യും, ഇമീഡിയറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യും. ബിക്കോസ് അവർക്ക് എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആണ്. അവർ റാഷണലി എക്സ്പെക്ടേഷൻ ബേസ് ചെയ്തിട്ട് എല്ലാ ഇൻഫർമേഷൻസും അവർക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു പോളിസി ഇംപ്ലിക്കേഷൻ വരുമ്പോഴേക്കും അവർ പെട്ടെന്ന് ഇമീഡിയറ്റ്ലി ദേ വിൽ അഡ്ജസ്റ്റ് ടു പ്രൈസസ് ആൻഡ് വേജസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഒരു നോമിനൽ ചേഞ്ചസ് എക്കോണമിയിൽ സംഭവിക്കും. അതായത് മണി മാറ്റേഴ്സിൽ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലേഷൻ എക്കോണമിയിൽ അറൈസ് ചെയ്യും, പക്ഷെ ഒരു റിയൽ ഇമ്പാക്ട് ഇക്കോണമിയിൽ ഉണ്ടാവത്തില്ല. അപ്പൊ ഇക്കോണമിയിൽ പോളിസി ഇഫക്റ്റീവ് ആണ്, പക്ഷെ പോളിസി ഇൻഇഫക്റ്റീവ് ആണ്, ആൻഡ് ഇൻഫ്ലേഷൻ എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ പോളിസീസ് ഇൻഇഫക്റ്റീവ് വിത്ത് ഓൺലി ജനറൽ ഇൻഫ്ലേഷൻ. അതായത് നോമിനൽ വേരിയബിൾസിന് അല്ലെങ്കിൽ നോമിനൽ ഫാക്ടേഴ്സ് എഫക്റ്റഡ് ആവും, പക്ഷെ എന്താണ്, നോമിനൽ ഫാക്ടേഴ്സ് മാത്രമാണ് അഫക്റ്റ് ചെയ്യാവുന്നത്, റിയൽ ഫാക്ടേഴ്സ് ഇവിടെ അഫക്റ്റഡ് ആവുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പോളിസീസ് ഇൻഎഫക്റ്റീവ് ഓൺലി വിത്ത് ജനറൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലിസ്റ്റ് 1 ബി ഈസ് മാച്ചിങ് വിത്ത് ഫസ്റ്റ് ഓപ്ഷൻ ഇൻ ലിസ്റ്റ് 2. ഓക്കെ, ദെൻ തേർഡ് വൺ, മണി വേജ് കട്ട് ഡ്യൂറിങ് ഗ്രേറ്റ് ഡിപ്രഷൻ. ഗ്രേറ്റ് ഡിപ്രഷൻ പീരീഡിൽ എന്താ, കെയ്ൻസിന്റെ തിയറി പ്രകാരം കെയ്ൻസ് എന്താ പറഞ്ഞേക്കുന്നത്, കെയ്ൻസ് അല്ല ക്ലാസിക്കൽസ് എന്താ പറയുന്നത്, മണി വേജ് കട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, അതായത് നോമിനൽ വേജ് കട്ട് ട്രൈ ചെയ്തു ഡ്യൂറിങ് ഗ്രേറ്റ് ഡിപ്രഷൻ. നോമിനൽ വേജ് കട്ട് ട്രൈ ചെയ്തു, അതായത് അവർ എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ്, കോസ്റ്റ് കുറയുമ്പോഴേക്കും, ലോവർ കോസ്റ്റ് ആവുമ്പോഴേക്കും അത് എംപ്ലോയ്മെന്റിനെ ബൂസ്റ്റ് ചെയ്യുന്നു. ഗ്രേറ്റ് ഡിപ്രഷന്റെ പീരീഡിൽ എക്കോണമി ഏറ്റവും ഡൗൺ ട്രെൻഡിലോട്ട് പോയി, റിസഷൻ ഫേസ് ചെയ്യാണ്. അപ്പോൾ ആ റിസഷൻ ഫേസ് ചെയ്യുന്ന ഇക്കോണമിനെ അപ്ബ്രിങ് ചെയ്യാനായിട്ട്, എംപ്ലോയ്മെന്റ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്തു, വേജ് കട്ട് ഇംപ്ലിമെന്റ് ചെയ്തു, നോമിനൽ വേജ് കട്ട് ഇംപ്ലിമെന്റ് ചെയ്തു.
അവരെന്താ ഹോപ്പ് ചെയ്തത്? ദേ ആർ ഹോപ്പിംഗ് ടു ലോവർ ദി കോസ്റ്റും അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് ബൂസ്റ്റ് ചെയ്യാനായിട്ടാണ്. ബട്ട് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ടൈമിൽ എന്താ ഇക്കോണമി ഫേസ് ചെയ്തത്? സിവിയർ ആയിട്ടുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫാളിംഗ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് ഇക്കോണമി ഫേസ് ചെയ്തത്. അതേപോലെ തന്നെ ഡീഫ്ലേഷണറി എക്സ്പെക്ടേഷനും ഇക്കോണമിയിൽ ഉണ്ടായിരുന്നു, വിച്ച് ലെഡ് ടു ഡീഫ്ലേഷൻ. ഇക്കോണമിയിൽ ഡീഫ്ലേഷനും ഉണ്ടായി, അതേപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫാളിംഗും ആയിരുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് എന്താ സംഭവിച്ചത്? നമ്മുടെ ഈ നോമിനൽ വേജ് കട്ട് അല്ലെങ്കിൽ മണി വേജ് കട്ട് അവിടെ ഇൻഇഫക്റ്റീവ് ആയി. ആ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്തത് വഴി ഇക്കോണമിയിൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. അതായത് എംപ്ലോയ്മെന്റും ഇൻക്രീസ് ചെയ്തില്ല, കോസ്റ്റ് ലോവർ ആയതല്ലാണ്ട് എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടോ ഇക്കോണമിനെ റിസഷൻ സ്റ്റേജിൽ നിന്ന് അപ്ബ്രിങ് ചെയ്യാനോ സാധിച്ചില്ല. അപ്പോൾ പോളിസിയുടെ ഇൻഇഫക്റ്റീവ് ആയിരുന്നു, വിത്ത് ഓൺലി ജനറൽ ഡീഫ്ലേഷൻ മാത്രമായിരുന്നു ഇക്കോണമിയിൽ റൈസ് ചെയ്തത്. അതല്ലാണ്ട് പോളിസിയുടെ ഇമ്പാക്റ്റ് ആയിട്ട് ഇക്കോണമി ബൂസ്റ്റപ്പ് ആയില്ല. അപ്പൊ ഓപ്ഷൻ സി ഈസ് മാച്ചിങ് വിത്ത് ഓപ്ഷൻ C is matching with option 2. Okay, then last one, the prices of sizable menu എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ മെനു കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടാണ്. അതായത് പ്രൈസ് വിസിറ്റിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് മെനു കോസ്റ്റ് നമ്മൾ പറയുന്നത്. അതായത് even a small fraction can make firm reluctant to change price. അപ്പോൾ മോണിറ്ററി അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസിക്ക് റിയൽ ഇഫക്ട്സ് ആണ്. ബിക്കോസ് പ്രൈസസ് ഹൈലി സ്റ്റിക്കി അല്ലെങ്കിൽ ഹൈലി റിജിഡ് ആണ്. അവർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ടിനും മോണിറ്ററി ആസ് വെൽ ആസ് ഫിസിക്കൽ പോളിസി ഹാവ് റിയൽ ഇഫക്ട്സ്. ഇപ്പൊ പോളിസി ഈസ് ഹൈലി ഇഫക്റ്റീവ്. സ്റ്റിക്കി പ്രൈസസ് ആയതുകൊണ്ട് തന്നെ പോളിസി ഈസ് ഇഫക്റ്റീവ് വിത്ത് നോ ജനറൽ ഇൻഫ്ലേഷൻ ഓർ ഡീഫ്ലേഷൻ. പ്രൈസ് റിജിഡിറ്റി ആണ് അവിടെ. പ്രസൻസ് ഓഫ് സൈസബിൾ മെനു കോസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും പ്രൈസ് റിജിഡ് ആണ്. നമുക്ക് തോന്നുമ്പോൾ പ്രൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അവിടെ റിജിഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? പോളിസി ഈസ് ഇഫക്റ്റീവ് with no general price level or inflation, no general price level or deflation. So ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് അതായത് A is matching with 3, B is matching with 1, C is matching with 2 and D is matching with 4. So correct answer is option C. ഇതേപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് എന്താ പറയാ, നോട്ട് ആൻ അസംഷൻ എന്നുള്ള രീതിയിൽ തന്നിട്ട് എന്താ പറയാ, A and B ആണ് അസംഷൻ, A, C and D is only assumption എന്നുള്ള രീതിയിൽ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൻ ബിലോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അതല്ലാണ്ട് നമ്മളിപ്പോ പറയുന്ന പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഒരു ഇന്ത്യൻ ഇക്കോണമി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജനറൽ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഇക്കോണമി കോൺസെപ്റ്റിന്റെ ബേസ് ചെയ്തിട്ട് ഡ്യൂറിംഗ് ഹൗ മെനി ഫസ്റ്റ് കംപ്ലീറ്റഡ് ഡേയ്സ് ഓഫ് ലൈഫ് ദ ഡെത്ത് ഓഫ് എ ബേബി ഈസ് ഡിഫൈൻഡ് ആസ് നിയോനാറ്റൽ ഡെത്ത്. ഇത് 24 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ജൂൺ 24 ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് ഹൗ മെനി ഫസ്റ്റ് കംപ്ലീറ്റഡ് ഡേയ്സ് ഓഫ് ലൈഫ് ദ ഡെത്ത് ഓഫ് ബേബി ഈസ് ഡിഫൈൻഡ് ആസ് നിയോനാറ്റൽ ഡെത്ത്. നിയോനാറ്റൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എ ബേബി ഈസ് ബോൺ, ആ ഒരു ഫ്രം ദ ഡേറ്റ് ഓഫ് ബർത്തിങ് തൊട്ടിട്ട് ഫസ്റ്റ് 28 ഡേയ്സ് വരെ ഉള്ള ഒരു പീരീഡ് ആണ് നിയോനാറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു പീരീഡ് എന്താണ്? ഒരു ന്യൂ ബോണിനെ സംബന്ധിച്ച് ഒരു ക്രിട്ടിക്കൽ പീരീഡ് ആണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും സോർട്ട് ഓഫ് റിസ്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബർത്ത് കണ്ടീഷൻ റിലേറ്റഡ് ആവാം, മെറ്റേണൽ ഹെൽത്ത് റിലേറ്റഡ് ആവാം, ക്വാളിറ്റി ഓഫ് നിയോനാറ്റൽ കെയർ റിലേറ്റഡ് ആവാം. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഒരു 28 ഡേയ്സിൽ അത് ഓവർകം ചെയ്തില്ല എന്നാണെങ്കിൽ ഡെത്ത് സംഭവിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇൻഫന്റ് മോർട്ടാലിറ്റി. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി അല്ലെങ്കിൽ നിയോനാറ്റൽ ഡെത്ത് എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് എ ലൈഫ് ബോൺ ഡ്യൂറിങ് ഫസ്റ്റ് 28 കംപ്ലീറ്റ് ഡേയ്സിന്റെ ഇടയിൽ വരുന്ന ഡെത്തിനെയാണ് നിയോനാറ്റൽ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ തന്നെ എഗെയിൻ ഒരു കാറ്റഗറൈസേഷൻ വരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് 7 ഡേയ്സും 7 to 28 ഡേയ്സും, ഏർലി നിയോനാറ്റൽ ഡെത്തും ലേറ്റ് നിയോനാറ്റൽ ഡെത്തും. ഓക്കെ, അപ്പൊ ഒരു ഫർദർ എന്താ പറയാ, ഹെൽത്ത് ഇന്റർവെൻഷൻ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു ബെറ്റർ ഹെൽത്ത് ഇന്റർവെൻഷൻ ടാർഗറ്റ് ചെയ്യാനായിട്ടാണ് വീണ്ടും ഈ ഒരു കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നേക്കുന്നത്, ഏർലി നിയോനാറ്റലും ലേറ്റ് നിയോനാറ്റലും. അപ്പൊ നിയോനാറ്റൽ ഡെത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് 28 കംപ്ലീറ്റഡ് ഡേയ്സ് ഓഫ് ലൈഫിന്റെ ഇടയിൽ ഇഫ് എ ന്യൂ ബോൺ ഡൈസ് ആണെങ്കിലാണ് നിയോനാറ്റൽ ഡെത്ത് ആയിട്ട് കൺസിഡർ ചെയ്യണത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Then 6th question,
what does not come under the purview of function of Reserve Bank of India? ആർ ബി ഐയുടെ ഫംഗ്ഷനിൽ വരാത്ത ഒരു കാര്യം ഏതാന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. ഇറ്റ് ഈസ് ഒബ്വിയസ്ലി എ ഫംഗ്ഷൻ ഓഫ് ആർ ബി ഐ. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം എന്താ പറയുക, ഫോറക്സ് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആർ ബി ഐ ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇഷ്യൂസ് ഓഫ് ബാങ്ക് നോട്ട്സ്, അതും എന്താണ്, സോൾ അതോറിറ്റി ആണ്. ആർ ബി ഐക്ക് കറൻസി ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള സോൾ അതോറിറ്റി ആണ്. എക്സ്പെക്ട് ₹1 നോട്ട് മാത്രം ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യണത്. ബൈ അതർ ദാൻ ദാറ്റ് എല്ലാം ഇഷ്യൂ ചെയ്യണത് ആർ ബി ആണ്. ദെൻ ഇറ്റ് ഓൾസോ ആക്ട് എസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി സപ്പോർട്ട് വേണം എന്നാണെങ്കിൽ ആർ ബി ഐ അത് പ്രൊവൈഡ് ചെയ്യും. ഏത് ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ പീരീഡിലും കൊമേഴ്ഷ്യൽ ബാങ്കിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലാസ്റ്റ് റിസോർട്ട് ആയിട്ടാണ് ആർ ബി ഐനെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ക്രെഡിറ്റ്. ഇതാണ് നമ്മുടെ ആർ ബി ഐയുടെ പെർവ്യൂവിൽ വരാത്തൊരു കാര്യം. ബിക്കോസ് ആർ ബി ഐ ഇതിനെ എന്താണ്, റെഗുലേറ്റ് ചെയ്യണത് മാത്രമേ ഉള്ളൂ. CRR ആൻഡ് SLR വഴി റെഗുലേറ്റ് ചെയ്യും. എക്സ്പാൻഷൻ ഓഫ് ക്രെഡിറ്റ് ചെയ്യുന്നത് ആരാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് എന്താ പറയാ ഈ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യണത്. അതായത് ക്രെഡിറ്റ് ക്രിയേഷൻ ഫംഗ്ഷൻ, ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അപ്പൊ അത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ആർ ബി ഐ എന്താണ്, CRR ഉം SLR ഉം അതേപോലെ തന്നെ മോണിറ്ററി പോളിസീസ് ഒക്കെ ഓൾട്ടർ ചെയ്യും, കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യും. ബട്ട് അത് ആർ ബി ഐ ക്രിയേറ്റ് ചെയ്യില്ല. ക്രിയേറ്റ് ചെയ്യണത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. ഓക്കെ, അപ്പൊ ഈ മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ഓഫ് ക്രെഡിറ്റ് മാത്രമാണ് ആർ ബി ഐയുടെ പെർവ്യൂവിൽ വരാത്തത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Now, seventh question, which of the following is not an assumption of Quast theorem related to externalities and environmental problem? ഏതാണ് ക്വാസ്റ്റ് തിയറത്തിന്റെ ഒരു അസംഷൻ അല്ലാത്തത്? ഓക്കെ, എന്താ ക്വാസ്റ്റ് തിയറം? ക്വാസ്റ്റ് തിയറം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണാലിറ്റീസ് റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ആ ഒരു ഡെഫിനിഷൻ ആണ്. ക്വാസ്റ്റ് തിയറം എന്താ സജസ്റ്റ് ചെയ്യണത് എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് പ്രോപ്പർട്ടി റൈറ്റ്സ് വെൽ ഡിഫൈൻഡ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് 0 ആണെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിന് നെഗോഷിയേറ്റ് ചെയ്യാം. ഫോർ എക്സ്റ്റേണാലിറ്റീസ് ലൈക്ക് പൊല്യൂഷനിൽ എഫിഷ്യൻ്റ്ലി നെഗോഷിയേറ്റ് ചെയ്യാം. അതായത് ഒരു ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് ഇതിന്റെ കീ അസംഷൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ കോസ്റ്റ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്. അതേപോലെ തന്നെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ, എല്ലാ പാർട്ടീസിനും കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് ഉണ്ട്. എന്തൊക്കെ കോസ്റ്റ് ആണ്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഉണ്ട്. അതേപോലെ തന്നെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി റൈറ്റും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിന്റെ ഈ അസംഷൻസ് ആബ്സെൻസ് ഓഫ് ട്രാൻസാക്ഷൻ കോസ്റ്റും കംപ്ലീറ്റ് ഇൻഫോർമേഷനും കംപ്ലീറ്റ് പ്രോപ്പർട്ടി റൈറ്റും എല്ലാം കോസ്റ്റ് തിയറത്തിന്റെ അസംഷൻ ആണ്. പക്ഷേ ഇൻകം ഇഫക്റ്റ് ഇതിനകത്തില്ല. അതായത് ഇത് കോസ്റ്റ് തിയറത്തിന്റെ ഒരു അസംഷൻ അല്ല. അതായത് ഈ ഒരു തിയറം അസ്യൂം ചെയ്യുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷണൽ ഇഫക്റ്റ് ആണ്. അതായത് എന്താ പറയാ, എഫിഷ്യൻസി ഓഫ് ഔട്ട്കമ്മിനെ ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദി എഫിഷ്യൻസി ഓഫ് ഔട്ട്കമ്മിനെ അത് എഫക്ട് ചെയ്യുന്നില്ല. ഡിസ്ട്രിബ്യൂഷണൽ ഇഫക്റ്റ് ആണ് കോസ്റ്റ് തിയറം ഫോക്കസ് ചെയ്യണത്. അതായത് ഇത് മെയിൻലി എന്താണ്, അലോക്കേഷൻ എഫിഷ്യൻസി ആണ് മെയിൻലി ഫോക്കസ് ചെയ്യണത്. അതല്ലാണ്ട് ഇൻകം ഇഫക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഈ ഒരു തിയറിയിൽ പോയിന്റ് ഔട്ട് ചെയ്യണില്ല. സോ പ്രസൻസ് ഓഫ് ആൻ ഇൻകം ഇഫക്റ്റ് ഇസ് നോട്ട് ആൻ അസംഷൻ ഓഫ് ക്വാസ്റ്റ് തിയറി. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ബാക്കി എല്ലാം കോസ്റ്റ് തിയറിയുടെ ഒരു അസംഷൻ ആണ്. ഓക്കെ, സോ 8th question, find out the correct answer about the Pigovian tax. ഇതേപോലത്തെ ക്വസ്റ്റനാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓപ്ഷൻസ് ഇപ്പൊ ഇപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതേപോലെ ചില സമയത്ത് 5 ഓപ്ഷൻസ് തന്നിട്ട് ആ 5 ഓപ്ഷനിൽ ഏതാണ് ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു. ഒരു 8 ക്വസ്റ്റ്യൻസും ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. കുറെ ഓപ്ഷൻസ് ഇപ്പൊ വരെ ഓപ്ഷൻസ് തന്നിട്ട് ചൂസ് ദി കറക്റ്റ് ആൻസർ ABCDEE എന്നുള്ള രീതിയിൽ തരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കുറെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ പിഗോവിയൻ ടാക്സ് എന്താന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പിഗോവിയൻ ടാക്സ് എന്താണ്? ആക്ച്വലി നമ്മുടെ എക്സ്റ്റേണാലിറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇമ്പോസ് ചെയ്തേക്കുന്ന ഒരു ടാക്സ് ആണ് പിഗോവിയൻ ടാക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ആർതർ സി പിഗുയുടെ ഇതിലാണ് ഈ പിഗോവിയൻ ടാക്സ് എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്തേക്കുന്നത്. അതായത് ഹാംഫുൾ ആയിട്ടുള്ള ബിഹേവിയർ, നമ്മുടെ ഇക്കോണമീനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന ഹാംഫുൾ ആയിട്ടുള്ള എക്സ്റ്റേണാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഹാംഫുൾ ആയിട്ടുള്ള ബിഹേവിയറിനെ ഡിസ്കറേജ് ചെയ്യാനായിട്ട് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യാണ്. അതായത് അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ
അതിന് കോസ്റ്റ് കൊടുക്കണം. ഇൻക്രീസിങ് ദി കോസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡാമേജസ് സൊസൈറ്റി ഓർ ദി എൻവയോൺമെന്റ്. അപ്പൊ ആ ഒരു കാര്യത്തിന് നമ്മൾ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യണം. നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്റ്റേണാലിറ്റി നമ്മുടെ എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ആ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിക്ക് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് പിഗോവിയൻ ടാക്സ്. മെയിൻ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇന്റേണലൈസ് ദി എക്സ്റ്റേണൽ കോസ്റ്റ്. നമ്മൾ ഒരു എക്സ്റ്റേണൽ കോസ്റ്റ്, ഇപ്പൊ പൊല്യൂഷൻ വരുന്നത് വഴി, പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണത് വഴി അതിന്റെ ചെയിൻ ഇഫക്റ്റ് ആയിട്ട് പല കോസ്റ്റ് അറൈസ് ചെയ്യണം, എക്സ്റ്റേണൽ കോസ്റ്റ് അവിടെ അറൈസ് ചെയ്യണം. അപ്പൊ അതിനെ ഒന്ന് ഇന്റേണലൈസ് ചെയ്യുവാണ്. അതേപോലെ തന്നെ എന്താ പറയാ, മാർക്കറ്റ് പ്രൈസിൽ ട്രൂ സോഷ്യൽ കോസ്റ്റും റിഫ്ലക്റ്റ് ആവുകയാണ്. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൺസംഷന്റെ കാര്യത്തിൽ ട്രൂ സോഷ്യൽ കോസ്റ്റും ഇവിടെ ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ്. ഇതാണ് പിഗോവിയൻ ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻസ് എന്താണ്? പ്രൊവൈഡ് സൊല്യൂഷൻ ഇൻ ഓർഡർ ടു ഇന്റേണലൈസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി ഇൻ ടു ദി മാർക്കറ്റ്. അത് കറക്റ്റ് അല്ലേ? അതായത് നമ്മൾ എന്താ ഇവിടെ ചെയ്യണത്, എന്താ പറയാ, പ്രിസൈസ്ലി എന്താ പറയാ, നമ്മൾ കറക്റ്റ് ചെയ്യുവാണ്. അതായത് മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണാലിറ്റീസിനെ ഇന്റേണലൈസ് ചെയ്യുവാണ്. ഇൻ ഓർഡർ ടു ഇന്റേണലൈസ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ആക്ടിവിറ്റി ഇൻ ടു ദി മാർക്കറ്റ്. നമ്മളുടെ എക്സ്റ്റേണാലിറ്റി കൊണ്ട് ഉണ്ടാകുന്ന കോസ്റ്റിനെ നമ്മൾ ഇന്റേണലൈസ് ചെയ്യും, നമ്മൾ അതിന് ടാക്സ് കൊടുക്കുവാണ്. അപ്പൊ ഇന്റേണലൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. പിഗോവിയൻ ടാക്സിന്റെ കാര്യത്തിൽ ഇന്റേണലൈസേഷൻ ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ആക്ടിവിറ്റി ഇൻ ടു ദി മാർക്കറ്റ് നടക്കുന്നുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ എന്താണ്? പ്രൊവൈഡ് സൊല്യൂഷൻ ടു റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് പൊല്യൂട്ടൻസ് ത്രൂ പബ്ലിക് പോളിസി. പൊല്യൂഷൻസ് അല്ലെങ്കിൽ പൊല്യൂട്ടൻസ് ഒക്കെ എന്താണ്? ഒരു എക്സ്റ്റേണാലിറ്റി ആണ്. അപ്പോൾ പിഗോവിയൻ ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ എൻവയോൺമെന്റൽ റെഗുലേഷനെ ഡിസ്കറേജ് ചെയ്യുകയാണ്. അതായത് എൻവയോൺമെന്റൽ റെഗുലേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പൊല്യൂഷനെ ഡിസ്കറേജ് ചെയ്യുകയാണ്. അതായത് റേസിംഗ് ഇറ്റ്സ് കോസ്റ്റ് ടു പ്രൊഡ്യൂസേഴ്സ്. ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാർബൺ ടാക്സ് എന്ന് പറയാം. കാർബൺ ടാക്സ് അല്ലെങ്കിൽ ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് കാർബൺ എമിഷന്റെ ഒരു ഇതായിരിക്കും അവിടെ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇവിടെ കറക്റ്റ് ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ദെൻ തേർഡ് വൺ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിംഗ് ദി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ഇൻ റിയൽ സെക്ടർ. അത് കറക്റ്റ് ആണോ? ഫാക്ടർ പ്രൊഡക്ടിവിറ്റി പേർപ്പസ് ഓഫ് പിഗോവിയൻ ടാക്സിന്റെ കാറ്റഗറിയിൽ വരുന്നതല്ല. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ടിവിറ്റിയുടെ കാര്യം പറയണം. അപ്പൊ ഈ ഒരു പിഗോവിയൻ ടാക്സ് ഇമ്പോസ് ചെയ്യണത് അല്ലെങ്കിൽ പിഗോവിയൻ ടാക്സ് പ്രൊഡക്ടിവിറ്റി മാറ്റേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു എക്സ്റ്റേണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ പ്രൊഡക്ടിവിറ്റി കാര്യം എന്ന് പറയുന്നത് പിഗോവിയൻ ടാക്സിന്റെ അണ്ടറിൽ വരുന്നതല്ല. സോ ഇത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ വരുന്ന കാര്യമല്ല. Then last one, it act like a reverence tax. Reverence tax എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മാർക്കറ്റ് ബിഹേവിയറിനെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീനെ എല്ലാം എന്താ പറയാ, ഒരു എന്താ പറയാ, ആ ഒരു കാര്യങ്ങളെല്ലാം ഒരു കമ്പൈൻ ചെയ്തിട്ട് പറയുന്ന ഒരു ഇതാണ് റെഫറൻസ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഷോയിങ് റെസ്പെക്ട് ഫോർ സോഷ്യൽ വെൽഫെയർ. ആ ഒരു ഇതാണ് റെഫറൻസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പിഗോവിയൻ ടാക്സ് എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയറിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. സോ ഇതും ആ ഒരു പിഗോവിയൻ ടാക്സിന്റെ കോൺസെപ്റ്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. സോ ഓപ്ഷൻ എ, ബി ആൻഡ് ഡി ആണ് നമുക്ക് പിഗോവിയൻ ടാക്സിന്റെ റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ്. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. എ, ബി ആൻഡ് ഡി ആണ് നമുക്ക് വരുന്നത്, സി ഇല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് റൈറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ 9th ക്വസ്റ്റ്യൻ ഇതേപോലെ, ഇത് നെക്സ്റ്റ് വണ്ണും ഇമ്പോർട്ടന്റ് ആണ്. കുറെ ക്വസ്റ്റ്യൻസ് ഇതേപോലെ വരുന്നുണ്ട്. ക്രോണോളജിക്കൽ ഓർഡർ, കുറെ കാര്യങ്ങൾ തന്നിട്ട് ക്രോണോളജി വൈസ് അറേഞ്ച് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? AWയുടെ ഫിലിപ്സ് കർവ്. മാക്രോ എക്കണോമിക്സിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് ഫിലിപ്സ് കർവ്. AWയുടെ ഫിലിപ്സ് കർവ്. ദെൻ JM കെയ്ൻസിന്റെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, കെയ്ൻസിന്റെ തിയറി. ദെൻ ആഡം സ്മിത്ത് തിയറി ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടത്. ആക്ച്വലി വെൽത്ത് കോൺസെപ്റ്റ് ആണ് ആഡം സ്മിത്ത് തന്നേക്കുന്നത്. ദെൻ ജോൺ എഫ് മുത്തിന്റെ റാഷണൽ എക്സ്പെക്ടേഷൻ അപ്രോച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ റാഷണൽ എക്സ്പെക്ടേഷൻ കോൺസെപ്റ്റ്. അതായത് ആൾക്കാർ എല്ലാ ഇൻഫോർമേഷൻസും അവൈലബിൾ ആണ്. എന്തെങ്കിലും ഒരു പോളിസി ചേഞ്ച് വരുവാണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് അതിനോട് റിയാക്ട് ചെയ്യും. അപ്പോൾ പോളിസി ഇൻഇഫക്റ്റീവ്നെസ് ആണ് ഇവിടെ വരുന്നത്. ദെൻ ഗ്രോത്ത് മോഡലിലെ സോളോ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലെ റോബർട്ട് എം സോളോയുടെ ഗ്രോത്ത് മോഡൽ. ഇതാണ് 5 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്രോണോളജി വൈസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ക്ലാസിക്കൽസിൽ നിന്ന് തന്നെ തുടങ്ങണം.
ഓക്കെ, ക്ലാസിക്കൽസ് പബ്ലിഷ് ചെയ്തേക്കുന്നത് 1776 പബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു ഇതാണ് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ഓഫ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഇതാണ് ക്ലാസിക്കൽ തിയറിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ആഡം സ്മിത്ത് ആണ് ബേസ്, ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ആഡം സ്മിത്ത് ആണ്. അപ്പൊ ക്ലാസിക്കൽ തിയറിയുടെ ബേസ് എന്ന് പറയുന്നത് വെൽത്ത് തിയറിയുടെ കോൺസെപ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് വരുന്ന ഒരു കോൺസെപ്റ്റ് 1776. then അതിനുശേഷം നമുക്കറിയാം കെയ്ൻസിന്റെ ക്രിറ്റിസിസത്തിന്റെ ബേസ് ചെയ്ത്, ക്ലാസിക്കൽസിന്റെ ക്രിറ്റിസിസത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് കെയ്നീഷ്യൻ തിയറി എമേർജ് ചെയ്തേക്കുന്നത്. സോ ജെ എം കെയ്ൻസിന്റെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണിയാണ് നെക്സ്റ്റ് വരുന്നത്. ക്രോണോളജിക്കൽ ഓർഡർ വൈസ് സെക്കൻഡ് വരുന്നത് ജെ എം കെയ്ൻസ് ആണ്, പബ്ലിഷ്ഡ് ഇൻ 1936. ഓക്കെ, അതായത് ക്ലാസിക്കൽ എക്കണോമിക്സിനെ ചാലഞ്ച് ചെയ്തിട്ട് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് കെയ്ൻസ്. then അതിനുശേഷം നമുക്ക് ഗ്രോത്ത് മോഡലിലോട്ട് കടന്നു കഴിഞ്ഞാൽ സോളോയുടെ ഗ്രോത്ത് മോഡൽ കാണാം 1956 പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പൊ സോളോ സ്വാൻ ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ ആണ് അദ്ദേഹം തന്നേക്കുന്നത്, എക്സ്പ്ലെയിനിങ് long term economic growth through capital accumulation and technological progress. Then fourth one, wait a second, repetition ആയിട്ട്. then അതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് വരുന്നത്, AW ഫിലിപ്സ് കർവ്. ഓക്കെ, ഫിലിപ്സ് കർവ് ആണ് നെക്സ്റ്റ് വരുന്നത്. AW ഫിലിപ്സിന്റെ ഫിലിപ്സ് കർവ്, അതായത് ഒരു ട്രേഡ് ഓഫ് ആണ് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണത്. ഇതല്ല, ഇതിന് പകരം ട്രേഡ് ഓഫ് ആണ്. ഫോർത്ത് വണ്ണിന്റെ ട്രേഡ് ഓഫ് ആണ് അവിടെ വരുന്നത്. ദെൻ AWയുടെ ട്രേഡ് ഓഫ് ആണ് വരുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ജോൺ എഫ് മുത്തിന്റെ റാഷണൽ എക്സ്പെക്ടേഷൻ. ഓക്കെ, ഇങ്ങനെ 4 ഇതാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ ജോൺ എഫ് മുത്തിന്റെ റാഷണൽ എക്സ്പെക്ടേഷൻ അപ്രോച്ച് 1961 കൊണ്ടുവന്നേക്കുന്നതാണ് ഈ ഒരു കോൺസെപ്റ്റ്. റാഷണൽ എക്സ്പെക്ടേഷൻ കോൺസെപ്റ്റ് ആണ് ഫിഫ്ത്ത് വണ്ണിലെ ലാസ്റ്റ് വൺ. അത് 1961 ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് വൺ നമുക്ക് എന്താണ്, ആഡം സ്മിത്തിന്റെ തിയറി, ദെൻ ജെ എം കെയ്ൻസ്, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോബർട്ട് ആൻഡ് സോളോ, ദെൻ ഫിലിപ്സ് കർവ്, ദെൻ ലാസ്റ്റ് വൺ ജോൺ എഫ് മുത്ത്. ഇതാണ് നമ്മുടെ ഓർഡർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി, ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രേസ് ഡെമോൺസ്ട്രേഷൻ എഫക്ട് വാസ് കോയിൻഡ് ബൈ. ഡെമോൺസ്ട്രേഷൻ എഫക്ട് കോയിൻ ചെയ്തേക്കുന്നത് ആരാന്നുള്ളത് ആരാണ്? ജെയിംസ് ഡ്യൂസംബറി ആണ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് കോയിൻസൈഡ് ചെയ്തേക്കുന്നത്. ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിൽ വരുന്നുണ്ടത് ഏതാണ്, ഏത് തിയറിയാണ്? ഡ്യൂസംബറിയുടെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് ആണ് നമുക്ക് മൈൻഡിൽ വരേണ്ടത്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്, അതിനകത്താണ് അദ്ദേഹം ഈ ഒരു ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്തേക്കുന്നത്. ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റിന്റെ കൂടെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനദർ ടേം ആണ് റാച്ചറ്റ് ഇഫക്റ്റും. ഡെമോൺസ്ട്രേഷനും റാച്ചറ്റ് ഇഫക്റ്റും, അതായത് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാണ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ കൺസംഷൻ ബിഹേവിയർ നെയ്ബർഹുഡിന്റെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൺസംഷൻ ബിഹേവിയറിനെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാണ്. അപ്പൊ റിലേറ്റീവ് ആയിട്ടുള്ള ഇൻകം ആണ് നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇൻഡിവിജ്വൽസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ഇൻ ദിയർ കൺസംഷൻ ചോയ്സസ് ബൈ ദി കൺസംഷൻ പാറ്റേൺസ് ഓഫ് അതേഴ്സ്, എസ്പെഷ്യലി ഹയർ ഇൻകം ആയിട്ടുള്ള ആൾക്കാരുടെ കൺസംഷൻ പാറ്റേൺ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഡെമോൺസ്ട്രേഷൻ, ആ ഒരു നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ആണ്. അതേപോലെ തന്നെ ഡ്യൂസംബറി കൊണ്ടുവന്ന വേറെ ഡിഫക്റ്റ് ആണ് റാച്ചറ്റ് ഇഫക്റ്റ്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നിന്ന് താഴ്ത്തോട്ട് വരാനായിട്ട് നമ്മൾ വരത്തില്ല. നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നോക്കും. ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നിന്ന് താഴ്ത്തോട്ട് വരാണ്ട് ഈവൻ ദോ നമുക്ക് ഇൻകം ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അതാണ് റാച്ചറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് കോൺസെപ്റ്റും നമ്മുടെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിൽ വരുന്ന കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഡ്യൂസംബറി ആണ്, ജെയിംസ് ഡ്യൂസംബറി ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയാനായിട്ടുള്ളത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള നമ്മൾ പ്രീവിയസ് ഇയറിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് മാത്രമാണ് സോർട്ട് ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പാറ്റേൺ വൈസ് നോക്കുമ്പോഴേക്കും നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിനകത്ത് 9th ക്വസ്റ്റ്യൻ മാത്രം ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നമ്മൾ AW ഫിലിപ്സ് നമ്മളത് ചെയ്തപ്പോഴേക്കും ചെറിയൊരു മിസ്റ്റേക്സ് വന്നതായിരുന്നു. AW ഫിലിപ്സ് ആണ് 4th വൺ. ഓക്കെ, ഓപ്ഷൻ ഇ AW ഫിലിപ്സ് ആണ് 4th വൺ. മറ്റേത് റിപ്പീറ്റേഷൻ ആയി പോയതായിരുന്നു. അത് AW ഫിലിപ്സ് ആണ് 4th വൺ. ഓക്കെ, ദെൻ ഇത്രയുമാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, ദെൻ ബെസ്റ്റ് വിഷസ്. താങ്ക് യു.